ഹായ്, ബിൽഡ് യുവർ കരിയറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. കുറേ വാഗ്ദാനങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് തവണ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. ഇത്തവണ നമ്മൾ എന്തായാലും ക്ലാസ് കണ്ടിന്യൂ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. പക്ഷെ ഒന്നും സാധിച്ചില്ല. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല പലപ്പോഴും നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ ഇടയിൽ പെട്ടുപോയത് കൊണ്ടാണ് എനിക്ക് ഞാൻ പറഞ്ഞ വാഗ്ദാനങ്ങളൊന്നും തന്നെ പാലിക്കാനായി കഴിയാതെ പോയത്. അപ്പോൾ ഇത്തവണ ഞാൻ എന്തായാലും പ്രത്യേകിച്ച് വാഗ്ദാനങ്ങളൊന്നും തന്നെ തരുന്നില്ല. നമുക്ക് പറ്റാവുന്ന രീതിയിൽ ക്ലാസ്സുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. വലിയ ബ്രേക്ക് ഒന്നും ഇല്ലാണ്ട് തന്നെ മാക്സിമം എല്ലാ ദിവസങ്ങളിലും ക്ലാസ്സുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് രണ്ടാമത് അല്ലെങ്കിൽ ഒരു മൂന്നാമത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടെ തുടങ്ങാം അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇന്ന് നമ്മൾ നോക്കുന്നത് മാത്സിലെ നമ്പർ സിസ്റ്റം എന്നുള്ള ഭാഗമാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഒരു ചാപ്റ്ററുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യാറുള്ളത്. ഇന്നും അതുപോലെ തന്നെയാണ്. നമ്പർ സിസ്റ്റം എന്നുള്ള ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സെറ്റാണ് എന്ന് വിചാരിക്കുന്നു. നമുക്ക് പതിയെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 6m61 ഈസ് ഡിവിസിബിൾ ബൈ 11. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് m? എന്താ പറയുന്നത്, 6m61 എന്ന് പറയുന്നത് 11ൽ ഡിവിസിബിൾ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എമ്മിന്റെ വാല്യൂ എത്രയായിരിക്കും? നമ്മളപ്പോൾ അവിടെ ആദ്യം നോക്കേണ്ട കാര്യം എന്താണ്, ഡിവിസിബിലിറ്റി ആണ് അല്ലെ. ഡിവിസിബിലിറ്റി ഓഫ് 11ന്റെ ഡിവിസിബിലിറ്റി ആണ് ചെക്ക് ചെയ്യേണ്ടത്. എങ്ങനെയാണ് 11ന്റെ ഡിവിസിബിലിറ്റി വരുന്നത്? 6 + 6 - m + 1 is equal to 0 അല്ലെങ്കിൽ 11 എന്ന് വരണം അല്ലേ. ഇതാണ് 11ന്റെ ഡിവിസിബിലിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പറിൽ നിന്നും ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സ് എടുക്കുക, അതിന്റെ സമ്മ് മൈനസ് അടുത്ത ഓഡ് പൊസിഷൻ ഈവൺ പൊസിഷനുള്ള നമ്പേഴ്സ് പരസ്പരം അതിന്റെ സബ്ട്രാക്ട് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട ആൻസർ ഒന്നുകിൽ 0 അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം, അല്ലെങ്കിൽ 11 ആയിരിക്കണം നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അവിടെ കിട്ടേണ്ടത്. ഓക്കെ, അപ്പം എന്താ പറയാ, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 6 + 6 എന്താണ്, 12 ആണ്. -m - 1 is equal to 0 എന്നും നോക്കാം, 11 എന്നും നോക്കാം. കാരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ത് വരും എന്നുള്ളത്. ഓക്കെ, 11 എന്നും നമ്മൾ അവിടെ ചെക്ക് ചെയ്തു. ഇനി നമുക്ക് നോക്കാം, 12 - 1 is equal to 11 - m is equal to 0. ഇവിടെയും എന്ത് വന്നു, 11 - m is equal to എന്ത് വന്നു, 11 എന്ന് വന്നു. ഇനി എമ്മിന്റെ വാല്യൂ ആണ്, എമ്മിന് ഇപ്പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ m is equal to 11 എന്ന് കിട്ടും. ഓപ്ഷനിൽ നോക്കുക, m is equal to 11 ഇല്ല. ഇനി ഇവിടെ നോക്കാം, നമുക്ക് എന്ത് വരും, 11 ഇവിടെ തന്നെ നിർത്തി. ഈ RHSൽ കിടക്കുന്ന 11 LHSലേക്ക് കൊണ്ടുവന്നു. എമ്മിന് -m RHSലേക്ക് പോയപ്പോൾ എന്തായി, പോസിറ്റീവ് m ആയി. 11 - 11 m is equal to 0 എന്ന് നമുക്ക് ആൻസർ കിട്ടി. 0 എന്നുള്ളത് ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കുക, 0 ഓപ്ഷൻ ഉണ്ട്. സോ നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്, 0 എന്നാണ് നമ്മുടെ ആൻസർ വന്നത്. ഓക്കെ, മനസ്സിലായോ എങ്ങനെയാണ് ചെയ്തത് എന്നുള്ള കാര്യം? മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ ആണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. Find the greatest 4-digit number which leaves remainder 5 when divided by 10, 15, 18, 20 and 25. എന്താ പറയുന്നത്, താഴെ തന്നിരിക്കുന്നതിൽ എല്ലാം 4-digit നമ്പേഴ്സ് ആണ് അല്ലെ. ഇതില് ഈ പറഞ്ഞിരിക്കുന്ന നമ്പേഴ്സുമായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 5 എന്ന റിമൈൻഡർ കിട്ടുന്നത് ഏത് നമ്പറിനായിരിക്കും എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ LCM ആദ്യം കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ ഇവരുടെ LCM 10, 15, 18, 20, 25 എന്നുള്ള ഈ നമ്പേഴ്സിന്റെ LCM നമുക്ക് കിട്ടുക 900 എന്നാണ്. അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക, അല്ലേ എന്നുള്ള കാര്യം കൺഫർമേഷൻ പറയുക കേട്ടോ. അപ്പോൾ 900 എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ 900 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ തന്നിരിക്കുന്ന ഇവിടെ 900ന്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഏതാണ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. 900ഉമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ 4-digit നമ്പർ ഏതാണ്,
അപ്പോൾ ഏറ്റവും വലിയ 4 ഡിജിറ്റ് നമ്പർ ഏതാണ്? 9999. അത് നമുക്ക് 900 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 98 ഒന്നും ചെയ്യാൻ പറ്റില്ല. പകരം ഏത് ചെയ്യാൻ പറ്റുള്ളൂ? 9900 നമുക്ക് എന്തുമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 900 ഡിവൈഡ് ചെയ്യാൻ പറ്റും. കാരണം 900 ഇൻറ്റു 11 ആണ് എന്ത് വരുന്നത്? 99 എന്ന് നമുക്ക് കിട്ടുക അല്ലെ. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. 9900 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു 9900 900 വെച്ച് ഡിവിസിബിൾ ആണ്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? 5 റിമൈൻഡർ വരണം അല്ലെ. അപ്പൊ ഇത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. 5 റിമൈൻഡർ വരണമെങ്കിൽ ഇതിന്റെ കൂടെ എന്ത് വരണം? ഒരു 5ഉം കൂടെ വരണം. ശരിയല്ലേ? ഇത് ആൻസറിൽ ഉണ്ടോന്ന് നോക്ക്. 9905 എന്ന ആൻസറിലുണ്ട്. മനസ്സിലായോ? അപ്പോ ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നെങ്കിലും നിങ്ങൾ എങ്ങനെ ചെയ്താൽ മതി എന്നറിയോ? തന്നിരിക്കുന്ന നമ്പേഴ്സ് ഉണ്ടല്ലോ, നമ്മളോട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള നമ്പേഴ്സ്, ആ നമ്പേഴ്സിന്റെ LCM ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പാണ് പറയുന്നത്. LCM ആദ്യം കണ്ടുപിടിക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ നമ്പേഴ്സിന്റെ LCM. എന്നിട്ട് ആ നമ്പർ കിട്ടിയ LCM ഉപയോഗിച്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് നമ്പർ ഏതാണ് എന്നുള്ളത് നോക്കി. അതാണ് 9900 എന്ന് നമുക്ക് കിട്ടിയത്. ആ LCM ഉപയോഗിച്ച് ഡിവിസിബിൾ ആയിട്ടുള്ള, കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിട്ടുള്ള ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ, അല്ലെങ്കിൽ എത്രയാണോ എന്താണോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആ നമ്പർ എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കുക. ഓക്കെ, അതാണ് ഇവിടെ 9900 എന്ന് കിട്ടിയത്. അതിനുശേഷം റിമൈൻഡർ ആണ് 5 വരേണ്ടത്. അപ്പൊ ഈ 9900 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. 0 റിമൈൻഡർ വരുന്നതാണ്. നമുക്ക് 5 റിമൈൻഡർ വരണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ നമ്പറിന്റെ കൂടെ ഒരു 5 ആഡ് ചെയ്താൽ പോരെ. അതാണ് നമ്മൾ ഇവിടെ ചെയ്തത്. 9905 എന്നുള്ള ആൻസർ ആണ് എന്ത് വരുന്നത്? 5 റിമൈൻഡർ ലീവ് ചെയ്യുന്ന നമ്പർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കണു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. If the 5-digit number 750PQ is divisible by, ഈസ് ആണ് കേട്ടോ, ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ എസ് അവിടെ വിട്ടുപോയതാണ്. ഈസ് ഡിവിസിബിൾ ബൈ 3, 7 and 11, then what is the value of P plus 2Q? എന്താ പറയുന്നത്? ഒരു 5 ഡിജിറ്റ് നമ്പർ എന്തുമായിട്ട് ഡിവിസിബിൾ ആണ്? 3, 7, 11 എന്നുള്ള നമ്പേഴ്സ് ഒക്കെ ആയിട്ട് എന്താണ്? ഡിവിസിബിൾ ആണ് എന്നാണ് പറയണത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ P plus 2Qന്റെ വാല്യൂ എന്തായിരിക്കും? അപ്പൊ നമ്മൾ ഇവിടെയും ആദ്യം എന്താ ചെയ്യേണ്ടത്? LCM കണ്ടുപിടിക്കണം. ആരുടെ LCM ആണ്? 3, 7, 11 എന്നിവരുടെ LCM കണ്ടുപിടിക്കുക. ഇവരുടെ LCM വരുന്നത് എത്രയാണ്? 231. 3 into 7 എത്രയാണ്? 21 into 11, 231 എന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? LCM കിട്ടുന്നത്. ഓക്കെ, ഇനി ഈ 231 ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ എത്രയാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, 231 ഉപയോഗിച്ച് എന്താണ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 75099 ആണ് ലാർജസ്റ്റ്. അതായത് ഈ 750 സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ വെച്ചിട്ട് വേണം നമ്മൾ നോക്കാനായിട്ട്. ഓക്കെ, ആ പിയും ക്യൂയിലേക്കും നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുത്താൽ മതി. പിയിലേക്കും ക്യൂയിലേക്കും വാല്യൂസ് ഇട്ട് കൊടുത്തു. 99 എന്നുള്ളതാണ് അവിടെ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ ആയിട്ട് വരുന്നത്. പക്ഷെ ആ നമുക്ക് എന്താണ് 99 ആൻസർ വരുമോ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ആ 99 എന്നുള്ളത് നമ്മൾ അവിടെ കൊടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ 75099 നമ്മൾ 231 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്താ കിട്ടുന്നത്? കോഷ്യന്റ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് 3. ഓക്കെ, നമ്മൾ എന്താ അറിയോ ഇവിടെ ചെയ്തത്? 75099 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജസ്റ്റ് എന്താണ്? 5 ഡിജിറ്റ് നമ്പർ ആണ്. അതായത് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നതിലുള്ള ഏറ്റവും ലാർജസ്റ്റ് 5 ഡിജിറ്റ് നമ്പർ ആണ് 75099 എന്ന് പറയുന്നത്. കാരണം ഇനി അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് മാറും. 0 മാറിയിട്ട് എന്താവും? 100 എന്നാവും. അപ്പൊ അതില്ല, തന്നിരിക്കുന്നതിൽ ലാർജസ്റ്റ്. ഇതിനെ നമ്മൾ 231 ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പൊ 75099 ഡിവൈഡഡ് ബൈ 231. ഞാൻ നിങ്ങൾ ഇതെന്താണ് ഈ മിസ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേന്ന് വിചാരിക്കരുത് കേട്ടോ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞിട്ട് വരുന്നതിന്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ അറിയുന്നവർക്കറിയാം, ഞാൻ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സബ്ജക്ട്, ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് ഞാൻ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റുകൾ ഇതല്ല. അപ്പൊ മാത്സിലേക്ക് കുറെ കാലത്തിന് ശേഷം തിരിച്ചു വന്നപ്പോഴുള്ള ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ആണ്. ഒന്ന് ക്ഷമിക്കുക. എന്തായാലും ആൻസർ ഒന്നും തെറ്റിപ്പോവില്ല. കുറച്ച് ഉടക്കുകളും ഇടക്ക് എന്താ പറയുക, ഇടയ്ക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ,
അപ്പോ എന്താണ് നമുക്ക് ഈ ഒരു നമ്പർ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന നമ്പറുമായിട്ട് നമ്മുടെ LCMുമായിട്ട് എന്ത് ചെയ്യാണ്, ഡിവൈഡ് ചെയ്യാണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് കോഷ്യന്റ് നമുക്ക് 325 എന്നും റിമൈൻഡർ നമുക്ക് എന്താ കിട്ടുന്നത് 24 എന്നും കിട്ടും. അപ്പൊ ഇതൊക്കെ ഞാനിവിടെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ ഇങ്ങനെ തന്നെ അല്ലേ കിട്ടുന്നത് എന്നുള്ള കാര്യം ഒന്ന് റീചെക്ക് ചെയ്യുക കേട്ടോ. അപ്പം 325 എന്ന് കോഷ്യന്റും റിമൈൻഡർ 24 എന്നും നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് എന്താണ്, ഈ ഒരു ഡിവിസിബിൾ, ഈ മൂന്നെണ്ണവുമായിട്ട് ഡിവിസിബിൾ ആയിട്ടുള്ളത്, അതായത് 231 ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ അല്ലേ നമുക്ക് വേണ്ടത്. അപ്പൊ ലാർജസ്റ്റ് നമ്പർ നമ്മൾ കണ്ടുപിടിച്ചു, 231 ഡിവൈഡ് ചെയ്തു, റിമൈൻഡർ നമുക്ക് കിട്ടി. നമ്മൾ ഇനി എന്ത് ചെയ്താൽ മതി, ഈ 75099 നിന്നും എന്ത് ചെയ്താൽ മതി, ആ 24നെ മൈനസ് ചെയ്താൽ പോരെ. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, 75075 എന്നല്ലേ ആൻസർ കിട്ടുന്നത്. 75075 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പൊ അതെന്താണ്, 231 ഡിവിസിബിൾ ആണ്. അത് ക്ലിയർ ആയി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഇവിടുത്തെ വാല്യൂ, പിയുടെ വാല്യൂ 7ഉം ക്യൂയുടെ വാല്യൂ 5ഉമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 7 + 10 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് 17. 17 എന്നുള്ളത് ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കുക. ഓപ്ഷൻ എ ആണ് 17 എന്ന് വരുന്നത്. ആൻസർ അവിടെ ഉണ്ട് എന്ന് മനസ്സിലായി, അത് അങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഞാൻ ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ ആ തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ LCM കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് തന്ന നമ്പറിലെ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കുക. 3 എണ്ണം 750 എന്ന് തന്നത് കൊണ്ട് അതിൽ പിന്നെ പിയും ക്യൂവും വരാൻ സാധ്യതയുള്ള ഏറ്റവും ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 99 ആണ്. ആ നമ്പർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഡിവൈഡഡ് ബൈ 231 ചെയ്യാണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ 231 ചെയ്യുമ്പോൾ റിമൈൻഡർ വന്നു. ആ റിമൈൻഡറിനെ ഈ നമ്പറിൽ നിന്നും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും, ഈ മൂന്നെണ്ണവുമായിട്ട്, അതായത് 231 ഡിവിസിബിൾ ആയിരിക്കും. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ പിന്റെയും ക്യൂവിന്റെയും വാല്യൂ കണ്ടുപിടിച്ചത്. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആൻസറിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് കനോട്ട് ബി ദ സ്ക്വയർ ഓഫ് എ നാച്ചുറൽ നമ്പർ? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഒരു നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയർ ആവാൻ കഴിയാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒരു നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയർ ആവണമെങ്കിൽ എങ്ങനെയാണ്, അതായത് ഒരു നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ നമ്പറുകളാണ് എൻഡ് ചെയ്യുന്നത്, 1 സ്ക്വയർ 1ൽ എൻഡ് ചെയ്യും, പിന്നെ എന്താണ് 4ൽ എൻഡ് ചെയ്യും, 9ൽ എൻഡ് ചെയ്യും, പിന്നെ എവിടെയാണ് 6ൽ എൻഡ് ചെയ്യും അല്ലെ, 5ൽ എൻഡ് ചെയ്യും അല്ലെ, പിന്നെ എന്തിലാണ് എൻഡ് ചെയ്യണത്, എന്തിലാ എൻഡ് ചെയ്യണേ നമുക്കറിയാം. നമ്മൾ ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ. 1 സ്ക്വയർ = 1, 2 സ്ക്വയർ = 4, 3 സ്ക്വയർ എന്താണ് 9 ആണ്, 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ്, 5 സ്ക്വയർ എന്താണ് 25 ആണ്, 6 സ്ക്വയർ അഗെയിൻ 36, 7 സ്ക്വയർ എന്താണ് 49, 8 സ്ക്വയർ എന്താ വരുന്നത് 64, തിരിച്ച് ഇങ്ങോട്ടേക്ക് വരികയേ ചെയ്യുള്ളൂ. 9 സ്ക്വയർ 81, 10 സ്ക്വയർ 100. ഇത്രയും നമ്പേഴ്സ് മാത്രമേ ഒരു പെർഫെക്റ്റ് സ്ക്വയറിന്റെ എൻഡിങ് നമ്പേഴ്സ് ആയിട്ട് വരുള്ളൂ. അതായത് 1, 4, 9, 6, 5, 0 ഇത്രയും നമ്പേഴ്സ് മാത്രമേ ഒരു പെർഫെക്റ്റ് സ്ക്വയറിന്റെ എൻഡിങ് നമ്പേഴ്സ് ആയിട്ട് വരുള്ളൂ. അപ്പൊ നമുക്ക് അത് ഇവിടെ ചെക്ക് ചെയ്താൽ മതി അല്ലെ. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഒരു നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയർ അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 എന്ന് എൻഡ് ചെയ്യുന്നുണ്ട്. 1 എന്ന് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താണ് സ്ക്വയർ ആവാനുള്ള സാധ്യതയുണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. 2 പിന്നെ ഉള്ള ഏതാണ് 9ഉം 4ഉം ആണ്. അത് രണ്ടും എന്താണ് സാധ്യതയുണ്ട്. അവിടെ ഒട്ടും സാധ്യതയില്ലാത്തത് ആർക്ക് മാത്രമാണ് 3, 4, 8, 2. കാരണം 2 എന്നുള്ള എന്താണ് യൂണിറ്റ് ഡിജിറ്റ് 2 ആയിട്ടുള്ളത് ഒരിക്കലും ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് എന്ത് വരില്ല എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി, കാര്യമായി കുത്തിയിരുന്ന് ഇതിന്റെ എല്ലാം സ്ക്വയർ റൂട്ട് കാണേണ്ട ഒരു ആവശ്യമില്ല. ജസ്റ്റ് ഈ ഒരു കാര്യം മാത്രം ആലോചിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു എങ്ങനെയാ ചെയ്തത് എന്നുള്ള കാര്യം. അടുത്തത്, ദ പ്രോഡക്റ്റ് ഓഫ് 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഇസ് ഓൾവേസ് ഡിവിസിബിൾ ബൈ. 3 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്, 3 അടുത്തടുത്ത് നിൽക്കുന്ന 3 നമ്പേഴ്സ് എപ്പോഴും ഏത് നമ്പർ വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം അടുത്തടുത്തുള്ള നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, n+1, n+2 അല്ലെ. 1, 1+1, 1+2 നോക്കാം. 1, 2, 3 എന്താ വരുന്നത്, 3 + 3 6. നമുക്ക് ആൻസർ വന്നത് 6 ആണ്. ഓട്ടോമാറ്റിക്കലി എന്താണ് 6 ആയിരിക്കും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഏത് നമ്പർ വേണമെങ്കിലും എന്ത് ചെയ്യാം എടുത്തു നോക്കാം അല്ലെ.
അപ്പൊ നോക്കിക്കോ 11 പ്ലസ് 12 പ്ലസ് 13. 11 പ്ലസ് 12 പ്ലസ് 13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 3 പ്ലസ് 2 5 പ്ലസ് 1 6. ഇവിടെ എന്ത് വന്നു? 1 2 ആ ഓക്കെ, സോറി, പ്രോഡക്റ്റ് ആണ് കേട്ടോ. പ്രോഡക്റ്റ് ആണ് ഈ ചോദിച്ചിരിക്കുന്നത്. ഞാൻ സമ്മാണ് എടുത്തത്. സോറി സോറി, ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. അപ്പം ഇവിടെ എന്താ വരുന്നത് നമുക്ക് നോക്കാം. 1 ഇൻറ്റു 2 ഇൻറ്റു 3. ഓക്കെ, അങ്ങനെയല്ലേ വരുന്നത്? 1 ഇൻറ്റു 2 ഇൻറ്റു 3. അപ്പം 2 ഇൻറ്റു 3 എന്താണ്? 6. 6 ഇൻറ്റു 1 6 ആണ് വരുന്നത്. നമുക്ക് നോക്കാം അടുത്തത് 4 ഇൻറ്റു 5 ഇൻറ്റു 6 നോക്കാം അല്ലെ. 4 ഇൻറ്റു 5 എന്താണ്? 20 ആണ്. ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ എത്ര വരും? 6 2 സാർ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി 6 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. അപ്പം നമുക്ക് വേറെ ഒരെണ്ണം നോക്കാം. 3 ഇൻറ്റു 4 ഇൻറ്റു 5 എന്ന് നോക്കാം. എന്താണ്? 3 ഇൻറ്റു 5 എത്രയാണ്? 15 ആണ്. ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 ആണ്. ഓക്കെ, അപ്പൊ ഇത് എല്ലാ കേസിലും ഇങ്ങനെ തന്നെയാണ്. അടുത്തടുത്തുള്ള 3 നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റിയൽ പാർട്ട് ഓഫ് ദ നമ്പർ 12 15 പ്ലസ് 2i? അതായത് i എന്നുള്ളത് എന്താണ്? ഇമാജിനറി പാർട്ടാണ്, ബാക്കിയുള്ളതാണ് റിയൽ പാർട്ടായിട്ട് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടത്തെ ഇമേജിനറി പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? 2i ആണ്. റിയൽ പാർട്ട് ഏതാണ് അപ്പൊ വരുന്നത്? 15 ആണ് വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? 15 ആണ് അവിടെ എന്തായിട്ട് വരുന്നത്? റിയൽ പാർട്ടായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എ നാച്ചുറൽ നമ്പർ വെൻ ഡിവൈഡഡ് ബൈ 3 4 6 and 7 ലീവ്സ് എ റിമൈൻഡർ ഓഫ് 2 ഇൻ ഈച്ച് കേസ്. വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് ഓഫ് ഓൾ സച്ച് നമ്പേഴ്സ്? എന്താ പറയുന്നത്? ഒരു നാച്ചുറൽ നമ്പർ ഈ നമ്പേഴ്സ് ഒക്കെ വെച്ച് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 2 എന്നുള്ള റിമൈൻഡർ ആണ് അവിടെ കൊടുക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിലെ ഏറ്റവും ചെറിയ നമ്പർ ഏതായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അതായത് ഉള്ള നാച്ചുറൽ നമ്പറുകളിൽ ഏറ്റവും ചെറിയ നമ്പർ, ഈ ഒരു കാര്യം സാറ്റിസ്ഫൈഡ് ആവുന്ന ചെറിയ നാച്ചുറൽ നമ്പർ ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം ആസ് യൂഷ്വൽ നമ്മൾ എന്ത് ചെയ്യണം? LCM കണ്ടുപിടിക്കണം. ഇവരുടെ LCM എന്താ വരുന്നത്? ഇവരുടെ LCM വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് LCM എന്നുള്ള കേസ് എടുക്കാം. 3 അങ്ങനെ തന്നെ എടുക്കാം. 4ൻ്റെത് നമുക്ക് എങ്ങനെ എടുക്കാം? 2 സ്ക്വയർ ആയിട്ട് കൺസിഡർ ചെയ്യാം. നമുക്കറിയാം നമുക്ക് എങ്ങനെ നമ്മൾ ഈ ഒരു LCM എന്നുള്ള കേസിലേക്ക് നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. 3 ഇൻറ്റു 1, 4ൻ്റെത് 2 ഇൻറ്റു 2, 6ൻ്റെത് 3 ഇൻറ്റു 2, 7ൻ്റെത് 7 ഇൻറ്റു 1. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ടെണ്ണമായിട്ടുള്ളത്, അതായത് രണ്ടെണ്ണമായിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യാണ്? അത് സ്ക്വയർ ആയിട്ട് എടുക്കും അല്ലെ. അപ്പോൾ ഇവിടെ എന്ത് വന്നു? രണ്ടെണ്ണം ഉള്ളതിന് നമ്മൾ ഒന്നായിട്ട് എടുക്കും. അപ്പൊ ഇവിടെ 3യും 3യും എന്താണ്? രണ്ടെണ്ണം ഉണ്ട്. സോ നമ്മൾ ഒരെണ്ണം ആയിട്ട് എടുത്തു. 3 2 ഉണ്ട്. അപ്പോൾ 2 2നെ ഒരുമിച്ച് ചേർത്തിട്ടും ഈ ഒരു 2നെ സെപ്പറേറ്റ് ആയിട്ടും എടുത്തു. പിന്നെ ഒരു 7ഉം ഉണ്ട്, പിന്നെ ഒരു 1ഉം ഉണ്ട്. അപ്പൊ ഇതാണ് നമുക്ക് എന്ത് വരുന്നത്? LCM ആയിട്ട് എടുക്കേണ്ടത്. അപ്പം 3 ഇൻറ്റു 2 6 ആണ്. 6 ഇൻറ്റു 2 എന്താ വരുന്നത്? 6 ഇൻറ്റു 2 12 ആണ്. 12 ഇൻറ്റു 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 12 ഇൻറ്റു 7 84 എന്ന് വരും അല്ലേ. സോ നമ്മുടെ LCM വരുന്നത് എത്രയാണ്? 84 ആണ്. 84 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ 4 നമ്പേഴ്സ് കൊണ്ടും കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകാൻ പറ്റുന്ന നമ്പറാണ് 84 എന്ന് പറയുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? റിമൈൻഡർ 2 അവിടെ വരുന്നുണ്ട്. അപ്പൊ എന്താണ്? 84ന്റെ കൂടെ ഒരു 2ഉം കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്ന നമ്പറാണ് കംപ്ലീറ്റ്ലി നമുക്ക് ഇവിടെ എന്ത് വരുന്നത്? ആ നാച്ചുറൽ നമ്പർ ആയിട്ട് എടുക്കുന്നത്. കാരണം 84 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. 84 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. പക്ഷെ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു നമ്പർ 2 എന്നുള്ള റിമൈൻഡർ അവിടെ ബാക്കി വെക്കണം അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ 84ന്റെ കൂടെ ഒരു 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ മൈനസ്, അതെങ്ങനെയാണോ നമ്മുടെ ഓപ്ഷനിൽ ഇരിക്കുന്നത് അതിനനുസരിച്ചിട്ട് മൈനസ് ചെയ്യണോ ആഡ് ചെയ്യണോ എന്നുള്ള കാര്യം തീരുമാനിക്കുക. എന്ത് ചെയ്യുക? ആൻസർ എഴുതുക. ഓക്കെ, മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ,
വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ റെഡ്യൂസിബിൾ ഫ്രാക്ഷൻ? താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ഒരു റെഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഫ്രാക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റെഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9115 എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രൈം നമ്പേഴ്സ് ആണോ എന്നുള്ള കാര്യം നോക്കുക. 7926 ഒന്നും ചെയ്യാൻ പറ്റില്ല. 41 ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അവിടെ ആകുള്ളത് ഏതാണ്? 105 മാത്രമേ അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 105 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ എങ്ങനെ കൊടുക്കാം? 15 into 7 ആണ് 105 വരുന്നത്. ഡിവൈഡഡ് ബൈ 112 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം? 16 into 7 വരും. 7 ക്യാൻസൽ ചെയ്യും. നമുക്ക് എന്ത് വരും? 15/16 എന്നുള്ള രൂപത്തിലേക്ക് റെഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്പറാണ് 105 ഡിവൈഡഡ് ബൈ 112. ഓക്കെ, മനസ്സിലായോ എങ്ങനെയാണെന്ന്? ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാം, അതുപോലെ വലിയ വലിയ ക്വസ്റ്റ്യൻസും, അങ്ങനെ പല രീതിയിലും വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ദ ലീസ്റ്റ് നമ്പർ മസ്റ്റ് ബി ആഡഡ് ടു 748. The least number must be added to 748 so that the number is completely divisible by 59. എന്താ പറയുന്നത്? 748ലേക്ക് ആഡ് ചെയ്യേണ്ട 748 59ഉമായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആവണം. ഓക്കെ, കംപ്ലീറ്റ്ലി ഡിവിസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ 748 59ഉമായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആവണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഏറ്റവും ലീസ്റ്റ് നമ്പർ എത്രയാണ്? എന്ത് ചെയ്താൽ മതി? ഇതില് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിമൈൻഡർ എത്രയാ കിട്ടുന്നത് എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്താൽ മതി അല്ലെ. ഇവിടെ 14 എന്ന് വരും. 14 - 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താ വരണേ? 5 എന്നാണ് വരുന്നത്. അല്ല, 5 എന്നാണ്. 14 4 14 - 9 4, പിന്നെ ഒരു 5 പോയി കഴിഞ്ഞാൽ ബാലൻസ് 5. ഓക്കെ, ഇവിടെ 6 വരും, 1 എന്ന് വരും, 158 എന്ന് വരും അല്ലെ. 158 59 59 into 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 2s are 18, 1 5 2s are 10, 10 + 1 എത്രയാണ്? 10 + 1 11 ആണ്. 118 ആണ് വരുന്നത്. 2 118 എന്ന് വരും. നമുക്ക് ആൻസർ എന്ത് വരും? 40 എന്ന് വരും. റിമൈൻഡർ 40 ആണ് വരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്താ ഇനി ചെയ്യാൻ പോകുന്നത്? ഈ ഒരു നമ്മൾ എന്ത് ചെയ്യാണെന്നറിയോ? 40യുടെ കൂടെ ഒരു 19 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 40ന്റെ കൂടെ ഒരു 19 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 59 എന്ന് കിട്ടും അല്ലെ. 59 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ഒരു 59 748ന്റെ കൂടെ അടുത്ത 59 ആഡ് ചെയ്ത് കഴിഞ്ഞാലല്ലേ നമുക്ക് എന്ത് കിട്ടുക? അടുത്ത 59ഉമായിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന അടുത്ത നമ്പർ കിട്ടുന്നുണ്ടാവുക അല്ലെ. അപ്പൊ ഓൾറെഡി ഒരു 40 748ൽ തന്നെ കിടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അവിടെ എന്ത് ആഡ് ചെയ്താൽ മതി? 19 ആഡ് ചെയ്താൽ പോരെ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് നമുക്ക് ആൻസർ എങ്ങനെയാ കിട്ടുന്നത്? ഈ തന്നിരിക്കുന്ന നമ്പർ മൈനസ് റിമൈൻഡർ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ ആയിരിക്കും നമ്മൾ ഈ ഒരു നമ്പറിലേക്ക് 748ലേക്ക് ആഡ് ചെയ്യേണ്ടതായിട്ട് പറയുന്നത്. മനസ്സിലായോ എങ്ങനെയാണ് എന്നുള്ളത്? ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ്, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. കുറെ വലിയ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ നോക്കിയിട്ടില്ല. ജസ്റ്റ് കുറെ കാലത്തിന് ശേഷം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് തന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ഇനി അങ്ങോട്ടേക്ക് കൃത്യമായിട്ട് ക്ലാസ്സുകൾ കൊണ്ടുപോകാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ, അങ്ങനെ തന്നെ നടക്കട്ടെ എന്നൊക്കെ വിചാരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യാം? നമ്മൾ ഇന്ന് പറഞ്ഞു തന്ന ക്ലാസ്സിലെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, എനിക്കറിയാം. എന്നത്തെയും പോലെ ആയിരുന്നില്ല. കുറെ കാലത്തിന് ശേഷം വന്നതിൻ്റെതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു. അപ്പൊ അതങ്ങോട്ടേക്ക് മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ അതെല്ലാം പരിഹരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും എന്ന് മാത്രം ഒരു ഉറപ്പ് തരികയാണ്. അപ്പൊ എന്താണ്, നമ്മുടെ ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒക്കെ താഴെ പറയുക. അപ്പൊ എന്താണ്, നല്ല രീതിയിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ഇനിയും മുന്നോട്ടേക്ക് പോവാം. ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക്